Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്ര നാണം കെട്ട ഒരു പടിയിറക്കം ഒരധ്യക്ഷനും ഉണ്ടായിട്ടില്ല. ഒരു വേട്ടക്കാരന്റെ കൗശലത്തോടെ അയാൾ ആറാടുകയായിരുന്നു എന്നാണ് പല പെൺകുട്ടികളും പറയുന്നത്. സൂര്യനമ്പൂതിരിപ്പാട് പോലും തോറ്റുപോകുന്ന രാത്രി വർത്തമാനങ്ങളാണെന്നാണ് ചാറ്റിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒരു യുവനേതാവും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അയാൾ ചെയ്തു. ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്തതെല്ലാം അയാൾ പറഞ്ഞു. കേട്ടുകേൾവിയല്ല, നേരിട്ട് കേരളം കേട്ടറിഞ്ഞതാണ്. തന്നെ വിശ്വസിച്ച പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്താൻ എത്ര ലാഘവത്തോടെയാണ് അയാൾ കൽപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ നൽകുന്ന ന്യായീകരണമോ? താൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചാൽ BNS സെക്ഷൻ 89 പ്രകാരം അത് കുറ്റകൃത്യമാവില്ലേ രാഹുൽ? ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കളങ്കമേൽപ്പിക്കും വിധം അവളെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചാൽ അത് BNS 79 പ്രകാരം കുറ്റകൃത്യമാവില്ലേ രാഹുൽ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. അശ്ലീല സന്ദേശ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാവാതെ രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ MLA ആയി തുടരാൻ എന്താണ് യോഗ്യത? വൈകി വന്ന തിരിച്ചറിവാണോ നേതൃത്വത്തിന്? അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N. ശ്രീകുമാർ, CPM പ്രതിനിധി V. വസീഫ്, BJP പ്രതിനിധി ശ്രീ പ്രശാന്ത് ശിവൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ധന്യാരാമൻ എന്നിവരാണ്. അതിനു മുമ്പ് മറ്റൊരു അതിഥി കൂടി നമുക്കൊപ്പം ചേരുന്നു, ട്രാൻസ് വിമണായ അവന്തികയുടെ അനുവാദത്തോടു കൂടി അവന്തിക പറയാൻ പോകുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവന്തികയുടെ മുഖം കാണിക്കുന്നതിനോ അവന്തികയുടെ പേര് പറയുന്നതിനോ അവന്തികയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ല, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ശരി, എന്താണ് സംഭവിച്ചത്? നിങ്ങളും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു അവന്തിക? അതെ, ഞാനും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേപ്പ് ചെയ്യണം, എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്തുനിന്ന്. അവന്തിക, പക്ഷേ ഈ മെസ്സേജുകളുടെ എന്തെങ്കിലും തെളിവുകൾ അവന്തികയുടെ പക്കലുണ്ടോ? ഇല്ല, അയാൾ എന്നെ വിളിച്ച കോളുകൾ മാത്രമേ ഉള്ളൂ. കോൾ ലിസ്റ്റിൽ മാത്രം, വാട്സപ്പിൽ കോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല, വാട്സപ്പിൽ കോള്. പിന്നീട് എനിക്ക് ടെലഗ്രാമിൽ 1 സെന്റിലാണ് അയാൾ മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ 1 സെന്റിൽ അയക്കുന്ന മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് വാനിഷ് ആയി പോകുന്ന തരത്തിൽ. ആ സമയത്ത് പക്ഷേ പാർട്ടിയുടെ എന്തോ ഒരു ചുമതല വഹിച്ചിരുന്നില്ലേ അവന്തിക? ഇല്ല, ചുമതല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ BJPയുടെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അവന്തിക BJPയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ? അതെ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ ഫോൺ സംഭാഷണം നടത്തുമ്പോൾ അവന്തിക BJPയിൽ തന്നെയായിരുന്നു? അതെ, ഞാൻ ഇപ്പോഴും BJPയിലാണ്. അപ്പോഴും BJPയോടുള്ള അനുഭാവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും. താങ്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് BJPയിൽ പ്രവർത്തിക്കുന്ന അവന്തികയെ വിളിച്ചത് രാഷ്ട്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാനാണോ? രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാനല്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചോദിച്ചിരുന്നത്. എവിടെയാണ്, എന്താണ് വിശേഷം, അങ്ങനെ കാഷ്വൽ ടോക്കിംഗ്, ഒരു സുഹൃത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്തരത്തിലാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതൊരു ലൈംഗിക വൈകൃതം പിടിച്ച രീതിയിലേക്ക് മാറുകയായിരുന്നു. ഓക്കെ, ഇത് രാത്രികാലങ്ങളിൽ അയാൾ അവന്തികയെ വിളിക്കും, സംസാരിക്കും. ഇത് അവന്തിക മറ്റാരെടുത്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇത് രാത്രിന്ന് മാത്രമല്ല, രാവിലെയും രാത്രിയും ഇടവേളകളില്ലാതെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൽ തന്നെ അവരുടെ പാർട്ടി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയാം.
ഇത് എന്ന് മുതലാണ് ഈ സൗഹൃദം തുടങ്ങിയത് അവന്തിക? സൗഹൃദം തുടങ്ങിയത് തൃക്കാക്കര ബൈ ഇലക്ഷന് ശേഷമാണ്. അന്ന് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിലാണ് ഇയാൾ എന്നെ കാണുന്നതും സംസാരിക്കുന്നതും. പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് റിക്വസ്റ്റ് അയക്കുകയും മെസ്സേജ് അയക്കുകയും ഉണ്ടായി. രാത്രികാലങ്ങളിലാണോ ഇയാൾ ബന്ധപ്പെടാറുള്ളത്? ആദ്യഘട്ടങ്ങളിലൊക്കെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് അയാൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത്. പിന്നീട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ പത്രസമ്മേളനം നടത്തുന്നതിന് കുറച്ച് മുന്നേ വരെ എന്നെ വിളിച്ച് 3-4 തവണ എന്നെ വിളിച്ച വ്യക്തിയാണ് അയാൾ. അതായത് ഇന്നത്തെ ദിവസം തിരിച്ചു വിളിച്ചപ്പോൾ അയാള് കോൺഫറൻസിലാണ് ഞാൻ അത് കഴിഞ്ഞിട്ട്. അതെ ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിത് പുറത്ത് പറയും എന്നുള്ളൊരു ഭയത്തിന്റെ പുറത്തായിരിക്കാം അയാള് ഈ അവന്തിക ഇക്കാര്യം പുറത്തു പറയും. ഞാൻ തിരിച്ചു വിളിച്ച സമയത്ത് അയാൾ അതെ തീർച്ചയായിട്ടും ഭയന്നിരുന്നു എന്നുള്ളതാണ്. ആ പ്രസ് കോൺഫറൻസിന് മുന്നേ അയാളുടെ ഭാഗത്തു നിന്നുള്ള കോളുകളും അയാൾ വാണ്ട് ടു ടോക്ക് ടു യു എന്നാണ്, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. പിന്നീട് ഞാനൊരു ഈ സംഭവം വെളിപ്പെടുത്തുന്ന സമയത്തും എനിക്ക് കോളുകളുണ്ട്. ഇന്ന് വന്നേക്കുന്ന മെസ്സേജ് ഒരു മിനിറ്റ്. അതെ അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ ന്യൂസ് വന്നതിന് ശേഷമായിരിക്കും തോന്നുന്നു എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മെസ്സേജ്, ലൈക്ക് ടോക്ക് ടു യു. അത് വാട്സപ്പിലാണ് വന്നേക്കുന്ന മെസ്സേജ്, വാണ്ട് ടു ടോക്ക് ടു യു എന്നുള്ളത്. അതെ വാട്സപ്പിലാണ് അതെ വൺ നോട്ട് ടോക്ക് ടു യു. ഇത് രണ്ടും എനിക്ക് വാട്സപ്പിലാണ് വന്നേക്കുന്നത്. ഈ കോളും 10:48-നും 10:50 വന്നേക്കട്ടെ. പിന്നെ ഞാൻ തിരിച്ച് 2 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഒരു ഹായ് വന്നു. പിന്നെ കുറച്ച് മുന്നേ ആണ് വന്നത് 11. ഓക്കെ, കുറച്ച് മുന്നെയാണ് വന്നത് 5:30 വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോളാണ്. ഈ കോള് വരുന്നത് ഞാൻ മീഡിയാസിൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷമാണ് എനിക്ക് ആ കോള് വരുന്നത്. ഈ ഏത് തരത്തിലുള്ള ബന്ധമാണ് രാഹുലും അവന്തികയും തമ്മിൽ ഉണ്ടായിരുന്നത്? 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. ഒരു സൗഹൃദം എന്നതിനും അപ്പുറം നല്ല സുഖം. അതെ സൗഹൃദ ബന്ധമായിരുന്നു. പിന്നീട് അയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം തുളുമ്പുന്ന വാക്കുകളായപ്പം ഞാൻ ആ ബന്ധം ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകൾ പലർക്കും അയച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്താൻ തന്നെ തയ്യാറായിരുന്നത്. പലതവണ എന്നെടുത്ത് പലരും എന്ന മട്ടിൽ അയാൾ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതെ, എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സമൂഹത്തിൻ്റെ ഇത്രയും മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലൈംഗിക ദാരിദ്ര്യം, ലൈംഗിക ചേഷ്ടകളും മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൻ്റെ മാതൃക ആകേണ്ട വ്യക്തികളാണ് MLA ആയ വ്യക്തിയാണ്. അയാളാണ് പറയുന്നത് എനിക്ക് റേപ്പ് ചെയ്യണം. അയാളൊരു റേപ്പിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇതുവരെ വന്നതിനേക്കാൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ ഈ തെളിവുകളൊക്കെ ഹാജരാക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്നും മീഡിയാസിൽ വന്ന് വെല്ലുവിളിച്ചാണല്ലോ അയാൾ സംസാരിച്ചത്. എനിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഞാനും അയാളെ വെല്ലുവിളിക്കുകയാണ്. അയാളുടെ നിരപരാധിത്വം അയാൾ തെളിയിക്കട്ടെ. അവന്തിക ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിൽ അവന്തികയുടെ മൊഡസ്റ്റി, അവന്തികയുടെ മാന്യത, അവന്തികയുടെ ഡിഗ്നിറ്റി ഇയാൾ നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ? അവന്തികയുടെ കൺസെന്റിനെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊരു അഭിപ്രായം അവന്തികയ്ക്ക്? തീർച്ചയായും. കാരണം ഒരാളോട് ഇങ്ങനെയൊക്കെ റേപ്പ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ എന്താണ് ഇയാൾ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാനൊരു ട്രാൻസ്വുമൺ വ്യക്തിയാണ്. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ഡിഗ്നിറ്റി എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഇയാളുടെ സംസാരങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അവന്തിക, ഇയാൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ MLA എന്ന നിലയിൽ തുടരുകയാണ്. ഇങ്ങനെയൊരാൾ ജനപ്രതിനിധി എന്ന നിലയിൽ തുടരാൻ യോഗ്യനാണ് എന്ന് അവന്തിക കരുതുന്നുണ്ടോ?
യാതൊരു വിധത്തിലും അയാൾക്കൊരു യോഗ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ മാതൃകയായിട്ട് തുടരുക, സമൂഹത്തിന് എങ്ങനെ മാതൃകയായി മാറുക, ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളെ സേവിക്കാൻ അയാൾക്ക് എങ്ങനെ സാധിക്കുക എന്നുള്ളത്. റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഇത്തരം വ്യക്തികൾ മാറി നിൽക്കുക, രാജിവെച്ച് മാറുക എന്നുള്ളതാണ്. അവന്തിക, ഈ വിഷയം മറ്റ് ട്രാൻസ് വുമൺ സുഹൃത്തുക്കളോടോ മറ്റോ ആരോടെങ്കിലും പങ്കുവെച്ചിട്ടുണ്ടോ അവന്തിക? ഒന്ന് രണ്ട് പേർക്ക് അറിയാം. താങ്ക് യു അവന്തിക. ഞാൻ അവന്തിക അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും അവന്തിക തുറന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വീണ്ടും നമ്മളെ ഒരിക്കൽ കൂടി ഉലയ്ക്കുന്നതാണ്. താങ്ക് യു അവന്തിക പ്രതികരിച്ചതിന്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിഥികളിലേക്ക് എത്താം. എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, വി വസീഫ് CPM പ്രതിനിധി, BJP പ്രതിനിധി പ്രശാന്ത് ശിവൻ, സാമൂഹ്യ പ്രവർത്തകൻ ധന്യരാമൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ഇടവേളയ്ക്ക് എൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. എൻ ശ്രീകുമാർ, ഇന്ന് ഈ രാജിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത ഒരാൾ പാലക്കാട് മണ്ഡലത്തിലെ MLA ആയി തുടരാൻ യോഗ്യതയുള്ളയാളായി മാറുമോ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഇപ്പോൾ കേട്ടതുമായ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, വ്യക്തമായി ആരും ഏതെങ്കിലും കേന്ദ്രത്തിൽ പരാതി കൊടുക്കാതെ തന്നെ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്ത വിഷയം കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കി എന്ന് തോന്നിയപ്പോൾ യാതൊരു വിധത്തിലുള്ള ന്യായീകരണത്തിനും മുതിരാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. വ്യക്തിപരമായി അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പരാതികളെല്ലാം അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ നേരിടേണ്ടി വരും. അല്ലാതെ മറ്റ് സംഘടനകളൊക്കെ ചെയ്യുന്നത് പോലെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായീകരണമായിട്ട് രംഗത്ത് വരാനൊന്നും കോൺഗ്രസ് തയ്യാറായില്ല. പരാതി ഗൗരവമായിട്ടെടുക്കുന്നു എന്ന് പറഞ്ഞ് VD സതീശൻ 1 മണിക്കൂർ കഴിയും മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഈ വെളിപ്പെടുത്തൽ, ആ നടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഇന്നലെ രാത്രി 7 മണിക്കാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി 1:30 മണി ആയപ്പോഴത്തേക്കും കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. ഇത്രയും ചടുലമായ രീതിയിൽ കോൺഗ്രസ് തീരുമാനമെടുത്തത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, അത് കോൺഗ്രസ് നേതാവിൽ നിന്നായാലും വേറെ ഏത് രാഷ്ട്രീയ നേതാവിൽ നിന്നായാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ച് സമയം കളയാൻ കോൺഗ്രസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും പേരെടുത്ത് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ സമൂഹവും മാധ്യമങ്ങളും പറഞ്ഞു ഇന്നയാളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. പിന്നീടുള്ള കാര്യം, ഇതിൽ കോൺഗ്രസിൻ്റെ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പാലക്കാടിനെ പ്രതിനിധീകരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ MLA സ്ഥാനം രാജിവെക്കാതിരിക്കുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ വിവിധ തരക്കാരായ വോട്ടർമാരാണ്. അതിൽ അവർ കോടതിയിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അവർ തെറ്റുകാരായിട്ട് ആരും കാണാറില്ല. അതുകൊണ്ടാണ് കൊല്ലത്ത് മുകേഷ് MLA കാര്യം വന്നപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞത്, അതായത് കോടതി തീരുമാനിക്കട്ടെ എന്ന്. ഇവിടെയും അതുപോലെ തന്നെ കോടതി തീരുമാനിക്കട്ടെ. രണ്ടുപേരും ഒരേ നിലവാരത്തിലുള്ള MLA മാരാണല്ലോ. കാരണം എന്താ വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ പ്രിവിലേജാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് കോടതി തീരുമാനിക്കട്ടെ. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ KPCC ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഒരാൾ പോലും ന്യായീകരണ തൊഴിലാളിയായി വന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരാൾ പോലും വന്നില്ല. ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അതാത് സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയിലാണെങ്കിൽ എവിടെ വേണമെങ്കിലും കൊടുക്കട്ടെ, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടട്ടെ. ഇതാണ് അദ്ദേഹവും പറഞ്ഞത്. കോൺഗ്രസിനും ആ അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുകയും UDF പല ഘട്ടങ്ങളിലായി ഉള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇത്തരത്തിലൊരു MLA-ക്കെതിരെ, അതും വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് പാർട്ടി ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല, അത് സ്വല്പ ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ക്ഷീണം തരണം ചെയ്യാൻ പാർട്ടിയുടെ ചടുലമായ ആ നടപടി കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാൾ പോലും ഇതിലൊന്നും ന്യായീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ വന്ന സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നേരത്തെ ആ ചലച്ചിത്ര നടി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പുറത്തുവിട്ട ഒരുപാട് വിഷയങ്ങളിലും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് രാഷ്ട്രീയമായിട്ട് ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയവും അയാളുടെ സ്വാതന്ത്ര്യവും അയാളുടെ സ്വകാര്യതയും ഒക്കെ ഒരു ഭാഗത്ത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സമൂഹത്തോട് ബാധ്യതയുണ്ട്, പാർട്ടിയോട് ബാധ്യതയുണ്ട്.
പാർട്ടിയുടെ ബാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാകാം തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നിനും പിടിച്ചു നിൽക്കാതെ രാജിവെച്ചതെന്ന് ഞാൻ കരുതുന്നു. ആ രാജി എന്തായാലും നല്ല കാര്യമാണ്. ആ രാജി ഇതുപോലെ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായ ഒരു രാജി, എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു രാജി ഉണ്ടാകുന്നത്. എന്തായാലും അത് സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. പക്ഷേ അത് അനിവാര്യമായിരുന്നു. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ശരിയാണോ എന്ന് നിശ്ചയമില്ല. അയാൾ തെളിവുകൾ സഹിതമാണ് നമ്മളോട് സംസാരിച്ചത്. തന്നെ റേപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരാളുടെ മനസ്ഥിതിയുള്ള ഒരാൾ നമ്മുടെ കൂടെ ജനപ്രതിനിധിയായി തുടരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ ആശങ്കയുണ്ടാക്കേണ്ടതല്ലേ? അല്ല, അതൊരു പരാതിയാണ്. ആ പരാതി ഉന്നയിക്കപ്പെടേണ്ട സംവിധാനങ്ങളുണ്ടല്ലോ. അതിലിപ്പോൾ ആരും എതിർപ്പ് പറയുന്നില്ലല്ലോ. ആ പരാതി ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കറിയില്ല. എനിക്കറിയില്ല, ഡോക്ടർ അരുണും അറിയില്ല. ഇനിയിപ്പോൾ ഡോക്ടർ അരുണിനെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തൽ അത് പോലീസ് സ്റ്റേഷനിലാണ് പറയേണ്ടത്. കാരണം വ്യക്തിപരമായ കാര്യങ്ങളെ ഈ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി. അത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആ വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രീകുമാർ അതെടുത്ത് ഇട്ടു എന്നൊരു വ്യാഖ്യാനം വരും. ആ വ്യാഖ്യാനം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാർട്ടി ഇന്ന് ഉച്ചവരെ എടുത്ത തീരുമാനം അന്തസ്സുള്ള തീരുമാനമാണ്, ഗൗരവമുള്ള തീരുമാനമാണ്, അഭിമാനാർഹകരമായ തീരുമാനമാണ്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള, ജനങ്ങൾ വിശ്വസിച്ച തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിനൊരു ക്ഷതമുണ്ടാക്കാൻ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ കാര്യം പാർട്ടി ചടുലമായി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരു പരാതി ഇന്നേവരെ ആരും കൊടുത്തിട്ടില്ല. പേര് പോലും ആ നടി പറഞ്ഞിട്ടില്ല. ഇന്നും ആ നടി പറഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്ക് സുഹൃത്ത് ബന്ധവും ഇപ്പോഴും ഉണ്ടെന്നാണ്. മാത്രമല്ല, ഞാൻ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് പറയുന്നത്, സ്ത്രീകൾക്ക് മൊത്തമായിട്ട് വേണ്ടിയാണ് പറയുന്നത്. ശരിയാണ്, സ്ത്രീകൾക്ക് മൊത്തമായിട്ട് വേണ്ടി ഇങ്ങനെ പറയുന്നവരെ ബഹുമാനിക്കണം. കാരണം ഒരു കോൺഗ്രസ്സിലെ ഒരാളെ അദ്ദേഹം എത്ര വലിയ നേതാവാണെങ്കിലും ശരി, തെറ്റ് ചെയ്താൽ തെറ്റല്ലേ ഡോക്ടർ അരുൺ? ഒരു സംശയമുള്ളത്, നോക്കൂ, ആ നടിവെന്ന് പറഞ്ഞത് 3.5 വർഷം മുമ്പ് ഇത് സംഭവിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അത് സമ്മതിക്കുന്നുണ്ട്. ഒരു പിതൃതുല്യ വാത്സല്യത്തോടു കൂടി താനത് പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് തനിക്ക് അശ്ലീല ചാറ്റുകൾ അയക്കുകയും BNS 79 പ്രകാരം ഒരു കുറ്റകൃത്യത്തിൽ ഇയാൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന് അറിയാമായിരിക്കെ പിതൃതുല്യ വാത്സല്യത്തോടുകൂടി അത് ഒത്തുതീർപ്പാക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. അന്ന് തന്നെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടിയിരുന്നില്ലേ? അയാൾക്ക് പിന്നീട് ആ പ്രതിപക്ഷ നേതാവ് തന്നെ മുൻകൈയെടുത്ത് സ്ഥാനാർത്ഥിത്വം കൂടി വാഗ്ദാനം ചെയ്തു. അതാണ് ആ നടി പറയുന്നത്. അയാൾക്ക് പിന്നീടും സ്ഥാനമാനങ്ങൾ നൽകി. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് മാറി നിൽക്കാൻ പറ്റുമോ? എൻ ശ്രീകുമാർ. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആ നടി തന്നെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം നോക്കൂ ഡോക്ടർ അരുൺ, നമ്മളൊരു കാര്യം പറയുമ്പോഴേ ഒരു പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ആ രാഷ്ട്രീയ സംവിധാനത്തിൽ ആരോപണങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും. ഈ ആരോപണങ്ങൾ കേട്ടാൽ ഉടൻ തന്നെ അത് ഏത് രീതിയിലുള്ള ആരോപണമാണെങ്കിലും നടപടിയെടുക്കാൻ പാടില്ല എന്നുള്ളൊരു എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു തത്വമാണ്. ആ തത്വത്തെ അതാത് കാലത്തെ സാഹചര്യമനുസരിച്ച് ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും മാറി അതിനെ ന്യായീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യും. ഇവിടെ പ്രതിപക്ഷ നേതാവിന് മുമ്പിൽ പരാതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹം വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. ഒരു അച്ഛൻ മകളെ എന്ന പോലെ ഞാനത് കൈകാര്യം ചെയ്തു. അതില്ല, എനിക്ക് പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമില്ല എന്ന കുട്ടിയും പറഞ്ഞു, ആ യുവതിയും പറഞ്ഞിട്ടില്ല. എന്ന ആറ്റിറ്റ്യൂഡാണ് എടുത്തതെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി. അല്ല, ഞാനത് കേട്ടില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു ചിലർ. എന്നിട്ടും അതിലേക്ക് വീണില്ല പലരും എന്ന് അദ്ദേഹം പറഞ്ഞത് കൂടി ഞാൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് പ്രതിപക്ഷ നേതാവിലേക്ക് ഇതിൻ്റെ കുന്തമനെ തിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ മാറിപ്പോവും. ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ സ്ഥിരമായൊരു അഭിപ്രായമാണ്. അത് മറ്റു കക്ഷികൾ പറയുന്നവരല്ല. പാർട്ടി കോൺഗ്രസിൽ അതിനെതിരായിട്ട് പറയുന്നവരല്ല. മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ശ്രീകുമാർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. ശ്രീകുമാർ, അല്പസമയം കൂടി സമയം തുടരണം. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ TV ആണ്. അതിൽ വലിയ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ വസീഫും നമ്മളോടൊപ്പം പ്രശാന്ത് ശിവനുണ്ട്. അവർക്കൊരു മറുപടി കൂടി നൽകി അങ്ങ് പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്പസമയം കൂടി അങ്ങ് തുടരണം. വി വസീഫ് നമുക്കൊപ്പമുണ്ട്, CPM പ്രതിനിധി. വി വസീഫ്, ഇന്ന് ഇപ്പോൾ ശ്രീകുമാർ പറയുന്നത് പോലെ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ വ്യക്തിപരമായി ഒരു പരാതിയും ഒരു സ്റ്റേഷനിലും എത്തിയിട്ടില്ല. ഇവരാരും പരാതി ഉന്നയിച്ചിട്ടില്ല. ഇതൊരു ധാർമ്മികതയുടെ വിഷയമായി സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഈ വിഷയം ഉന്നയിക്കപ്പെട്ട് 30 മണിക്കൂറിനുള്ളിൽ രാജി സമർപ്പിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ. ഇങ്ങനെ CPM ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവ് ചെയ്തിട്ടുണ്ടോ? മുകേഷ് ചെയ്തിട്ടുണ്ടോ?
മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുകേഷിനെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താനല്ലേ ശ്രമിച്ചത്? പാർട്ടിക്കുള്ളിൽ ഒരു നേതാവിനെതിരെ ആരോപണം ഉണ്ടാവുമ്പോൾ തീവ്രത ഇത്ര എന്നളക്കാൻ വേണ്ടി പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചതല്ലേ? തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വി വസീഫ്, ആ അർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ധീരതയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതില്ലേ വി വസീഫ്? തീർച്ചയായിട്ടും ധീരതയെ നമ്മൾ അഭിനന്ദിക്കണം, നല്ലൊന്നും തർക്കമല്ല, നല്ല ധീരതയുണ്ട്. പിന്നെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടായിരുന്നു കേരളത്തിൽ, ഇപ്പോഴും MLA ആണ്, കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് നമുക്ക് ഓർമ്മയുണ്ട്. വിൻസെൻ്റ് MLA ഉണ്ട്, അദ്ദേഹം ജയിലിൽ പോയി തിരിച്ചു വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് സ്ത്രീകളെ ബഹുമാനിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. നേരത്തെ ഒരു സിമി റോസ്ബെൽ, അരുണറിയോ എന്നറിയില്ല, ഓർമ്മയുണ്ടോ എന്നറിയില്ല, അതുവരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെയൊക്കെ കാതിൽ ഇപ്പോഴും ഉണ്ട്. പറഞ്ഞത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവിനെതിരായിരുന്നു. എന്തൊക്കെയാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അന്നൊക്കെ കേരളത്തിൽ നമ്മളൊക്കെ എടുത്ത ഒരു സമീപനത്തിൽ കുറേ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഒരു സമീപനം എടുത്തു, ഒരു പൊതു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നു. ഈ സിമി റോസ്ബെൽ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ കാണാൻ പോകാൻ പേടിയാണ് എന്നുള്ളതാണ്, ഭയക്കണം എന്നുള്ളത്. ഓർമ്മയില്ലേ നിങ്ങൾക്കത്? കോൺഗ്രസ്സുകാരാണ് ഇവർക്കൊക്കെ എതിരെ പരാതി വന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഈ വിഷയം വന്നിട്ടും 2022 ഇപ്പോൾ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന AK ഷാനിബ് പറഞ്ഞത്, പത്രക്കാരോട് പറഞ്ഞത്, 2022 പ്രതിപക്ഷ നേതാവിന് യുവതിയെയും കൂട്ടി ഷാഫി പറമ്പിലിനും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെയും പരാതി നൽകാൻ പോയി എന്നുള്ളതാണ്. ഒരു നടപടിയുമില്ല, അതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് പരിശോധിക്കുന്നു, ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, ഞങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഏതാ സാഹചര്യം എന്നൊക്കെ ഈ കേൾക്കുന്നവർക്കറിയില്ലേ? എന്താണ് ഈ വിഷയത്തിൽ രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? അത് പ്രക്ഷോഭം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സമരം ചെയ്തത് കൊണ്ടോ സ്വയം അങ്ങ് വലിയ മാന്യനായതുകൊണ്ടോ ഒന്നും രാജിവെച്ചതല്ല. ആ രാജിവെച്ചതിന് ഉപോത്ഫലകമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് രാജിവെച്ചത്. ഇന്ന് വന്ന ഈ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തൻ്റേതല്ല എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്, അതോടൊപ്പം ഷാഫി പറമ്പിൽ MP ആണ്. ഇവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച AK ഷാനിബായാലും ഡോക്ടർ സരിന ആയാലും എല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഈ റിനി ഇന്നലെ ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് ഒക്കെ ഇവർ സംസാരിച്ചപ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ സാഹചര്യത്തിലും ഒരു താൽക്കാലിക കുറച്ച് കാലത്തേക്കുള്ള ഒരു MLA ഒരു വലിയ ഭൂമി ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം, അവിടെ അദ്ദേഹത്തിനെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു, ജയിപ്പിച്ചെടുക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാത്രമാണ്, MLA സ്ഥാനത്ത് നിന്നല്ല എന്നുകൂടി ബോധ്യപ്പെടണം. മുകേഷിനെതിരെ പരാതി കൊടുത്ത ആളെക്കുറിച്ചും ആ പരാതിയുടെ സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടാകുന്ന ആ പരാതിയെക്കുറിച്ചൊക്കെയുള്ള ഒരു അവ്യക്തതയുമൊക്കെ ഉണ്ട്. അത് കോടതിയിൽ തന്നെ അതിനൊക്കെ നമുക്കൊരു വ്യക്തത വരുത്താൻ പറ്റും. ഇതിലിപ്പോൾ ഇന്ന് ഒരു കേസെടുത്തില്ലേ, ബാലാവകാശ കേസ് കൊടുത്തില്ലേ, ബാലാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷൻ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ജീവനെ നശിപ്പിച്ചു എന്നുള്ളതല്ലേ ആക്ഷേപം? ചെറിയ കാര്യമാണ്. അതൊരു ആരോപണം മാത്രമായി നിൽക്കുന്നതല്ലല്ലോ, അതിൻ്റെ തെളിവുകളല്ലേ പുറത്തു വന്നത്. കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ് MLA സ്ഥാനം രാജിവെച്ച ചരിത്രം പാർട്ടിയിലും ഇല്ലല്ലോ വസീഫ്. എല്ലാ പാർട്ടിയിലും അങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? മുകേഷ് MLAയുടെ പേരിൽ കുറ്റപത്രമുണ്ട്. അങ്ങനെയൊന്നും സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. അല്ല, കുറ്റപത്രം ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കുറ്റപത്രം പോലും ഇല്ല. കുറ്റപത്രം എന്നല്ല, ഒരു പരാതി പോലും ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ ആരും കൊടുത്തിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സിമി റോസ്ബെല്ലിന്റെ ആക്ഷേപമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. അന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ അത് രാജിവെച്ചേ തീരൂ എന്നുള്ള ഒരു വികാരമൊന്നും ആരും എടുത്തിട്ടില്ല. ഇതാണ് അതിന്റെ ഒക്കെ ഒരു സാഹചര്യം. ഇവിടെ ഗൗരവമേറിയ വിഷയമാണെന്നാണ് വസീഫ് പറയുന്നത്. ഞാൻ വസീഫിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഒന്ന് പ്രശാന്തിലേക്ക് കൂടി പോയിട്ട് വരട്ടെ. പ്രശാന്ത്, നിങ്ങളുടെ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തിൽ MLA ആയി അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായം
ഇപ്പോൾ ശ്രീകുമാർ അടക്കമുള്ളവർ പറയുന്നത് അദ്ദേഹം നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുകയാണ്, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ്. പ്രശാന്ത് ശിവൻ, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്? നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത തൻ്റെ സ്വകാര്യ ഇടത്തിൽ കൺസെൻഷ്യലായി ഉഭയസമ്മത പ്രകാരം അദ്ദേഹത്തിൻ്റെ ചില ചാറ്റുകൾ അത് പിന്നീട് പിണങ്ങുന്ന സമയത്ത് പുറത്തു വരുന്നു. ശരി, ധാർമ്മികതയെ കരുതി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കണ്ട എന്ന് കരുതി MLA അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. പക്ഷേ MLA എന്ന നിലയിൽ രാജിവെക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ? ഇവിടെ 2-3 കാര്യങ്ങൾക്ക് രാഹുൽ ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. ഒന്നാമതായി, ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്ന ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളുടെ മുഴുവൻ നിലപാട് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാത്ത ഒരു ആരോപണത്തിന് ഞങ്ങൾ എന്തിനു മറുപടി പറയണമെന്നായിരുന്നു ഇന്നലത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്. ഇന്ന് കാലത്ത് സ്ക്രീൻഷോട്ടുകൾ, വാട്സാപ്പ് ചാറ്റിൻ്റെയും ടെലിഗ്രാം ചാറ്റിൻ്റെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു. ഇൻസ്റ്റഗ്രാം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ഓഡിയോ പുറത്തു വന്ന സമയത്ത്, വാട്സാപ്പ് കോൾ പുറത്തു വന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഓഡിയോയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർമാർ മാറി ചോദിച്ചിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായ യാതൊരു മറുപടി നൽകുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. 2, ഇത്തരത്തിൽ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു വാട്സാപ്പ് ഓഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് നിയമ നടപടിയാണ് രാഹുൽ ഇതുവരെയായി സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ അതിനർത്ഥം താൻ അത് ചെയ്തു എന്ന് അയാൾ സ്വയം സമ്മതിക്കുകയാണ്. 2, ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല രാജിവെക്കേണ്ടത്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത, കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് അവരെ രാജിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്തയാളെ കൊണ്ട് തള്ളുന്നതിനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുന്നില്ല? അപ്പം നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ MLA ആയി, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തുടരുന്നതിന് നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് അതിന് അനുവദനീയമല്ല. പക്ഷേ പാലക്കാടിൻ്റെ MLA ആയി തുടരാമെന്ന് പറയുന്നതിൽ അതിൽ നീതിയില്ല. 100% അദ്ദേഹം ധാർമ്മികമായി അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിൽ എന്തെങ്കിലും അദ്ദേഹം നീതി പുലർത്തുന്നുണ്ടെങ്കിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. ഇനി ഞാൻ മനസ്സിലാക്കുന്ന 1-2 വസ്തുതയുണ്ട്. ഇവിടെ ഗർഭചിത്രം, സ്ത്രീയുടെ അനുമതിയില്ലാതെ ഗർഭചിത്രം നടത്തുന്നുണ്ടെങ്കിൽ അത് BNS-ലെ സെക്ഷൻ 89 പ്രകാരം, അതായത് IPC സെക്ഷൻ 313, BNS സെക്ഷൻ 88, 89 പ്രകാരം സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തിക്കുന്നത് കോഗ്നിസബിൾ ഒഫൻസാണ്. ഇത്തരത്തിലൊരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ പരാതിക്കാർ ഇല്ലാതെ തന്നെ, യാതൊരുവിധ പരാതിയും ഇല്ലാതെ FIR എടുക്കുവാനും കേസ് രജിസ്റ്റർ ചെയ്യുവാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം പോലീസിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെയായും ആ വിഷയത്തിൽ ഒരു FIR എടുക്കുവാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല. ഇനി ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇവിടെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്, ഒരു പരാതിക്കാരി വന്ന് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനോട് നേരിട്ട് ഞാൻ പരാതി ബോധിപ്പിച്ച സമയത്ത് ഇന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പിതൃവാത്സല്യത്തോടു കൂടി അത് ക്ലിയറാക്കുന്നതിന് കോംപ്രമൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന്. ഇവിടെ ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പ് മുറിയിലേക്ക് വിളിക്കുന്നതാണോ ഒരു പിതൃവാത്സല്യത്തോടു കൂടി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം? ഇവിടെ സ്ത്രീകളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തേണ്ടതിന് പകരം അദ്ദേഹത്തിന് വരവേൽപ്പൊരുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അവിടെ സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ട പാലക്കാടിൻ്റെ MLA-ക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത് എന്ന് അവർ ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഇവിടെ പാതിരാത്രിയിലെ രാഹുൽ ചാറ്റർജിയുടെ പാതിരാ മെസ്സേജ് ലഭിക്കാത്ത ഒരേ ഒരാൾ സോണിയാഗാന്ധി മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം പരാതികളാണ് ഓരോ മണിക്കൂറുകൾ കൂടുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയായി തീർന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇവിടെ നേരത്തെ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ തരത്തിൽ വന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ചിന്തിക്കുവാനായിട്ട് ഒരു പൊതുപ്രവർത്തകനെ, എന്തിനേറെ പറയുന്നു, ഒരു മനുഷ്യനെ
മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് പ്രശാന്ത്. പ്രത്യേകിച്ച് അവന്തിക ഇന്ന് സൂചിപ്പിച്ച കാര്യം അത് വാസ്തവമാണെങ്കിൽ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന മനസ്ഥിതിയുള്ള ഒരാൾ അത് സ്വകാര്യ ഇടത്തിൽ പറയുമ്പോൾ പോലും അത്യന്തം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് എനിക്ക് ധന്യയോട് കൂടി ചോദിക്കാനുള്ളത്. ധന്യരാമൻ, ഇപ്പോൾ നമ്മൾ അവന്തികയുടെ ശബ്ദം കേട്ട ഒരു ട്രാൻസ് വുമൺ ആണ്. ആ ട്രാൻസ് വുമൺ അവന്തിക പറയുന്നു നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ്. അതായത് ഒരു പോൺ അഡിക്റ്റായ ഒരു പെർവേർട്ടഡായ ഒരു ക്രിമിനലിൻ്റെ ഒരു മനോഭാവത്തോടു കൂടി ഒരാൾ സംസാരിക്കുന്നു എന്നാണ്. അത് ശരിയാണെങ്കിൽ എന്നുകൂടി ഞാൻ പറയാം. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, ഇത്തരം പെർവേർട്ടുകളായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അന്തരീക്ഷം, ഒരു എക്കോ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണോ ഈ രാജിയും ഈ വിവാദങ്ങളും? ധന്യരാമൻ. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരു പ്രശ്നം വരുമ്പം അത് എങ്ങനെ പിന്നെ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഭയങ്കര കുറവാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോഴും പല പാർട്ടി ഓഫീസുകളിലും പെണ്ണുങ്ങൾ കൊടുത്ത, അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ചൂഷണം ചെയ്ത പെണ്ണുങ്ങൾ കൊടുത്ത പരാതികളൊക്കെ അവിടെ കെട്ടിക്കിടക്കുവാണ്. ഈ കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ ഇതേ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ വന്നിരുന്ന് ചിന്തൻ ശിബിരത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. ആ പ്രാവശ്യം 2 സ്ത്രീകളെ അവിടെ പിന്നെ സെക്ഷലി ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ സ്ട്രോങ് ആയിട്ടൊരു ചർച്ച നടത്തി. അതിനുശേഷം എത്രയോ ഇൻസിഡൻസ് നടന്നു. നിങ്ങളൊന്ന് ഓർക്കണം, ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതികളായിട്ട് വരുന്ന കേസുകൾ എങ്ങനെയായിരിക്കും ഇരിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജോർജ് എന്നാണ് പേര്. അയാള് ഈ പിന്നെ എന്താണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ വയനാട് ഉള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, DCCന്റെ ജില്ലാ സെക്രട്ടറിയും കൂടിയായിരുന്നു. അയാളുടെ 1 ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ആദിവാസി കോളനിയാണ്. അപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഇയാളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം 15 വയസ്സുള്ള കുട്ടീനെ ജോർജ് റേപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. 2015 ആ കേസ് എടുത്തിട്ട് ഇന്ന് 2025 10 കൊല്ലമായിട്ടും അയാളെ ശിക്ഷിച്ചിട്ടില്ല പോക്സോ കോടതി. നിങ്ങളൊന്ന് ഓർത്തോക്ക്, വയനാട്ടിൽ SMS കോടതിയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള കോടതിയാണ്, ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ചു ദിവസം മുന്നേ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു. അതൊരു CPIയുടെ ലോക്കൽ സെക്രട്ടറി വെഞ്ഞാറമൂട് ഞങ്ങളുടെ ഒരു 13 വയസ്സുള്ള പെൺകുഞ്ഞിനെ റേപ്പ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ അതിഭീകരമാണ്. ഈ രാഷ്ട്രീയക്കാർ പ്രതികളായിട്ട് വരുന്ന കേസുകൾ നിസ്സാര കാര്യമല്ല. അത് 6 മാസത്തോളം ആ കുഞ്ഞിനെ റേപ്പ് ചെയ്തിട്ട് ആ കുഞ്ഞ് ഇതെല്ലാം പറ്റിയ തുണി എടുത്ത് വിറകുപരന്റെ അടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇത് ഭയങ്കര ഈ സമ്മർദ്ദവും പ്രയാസവും ടെൻഷനൊക്കെ കൊണ്ട് കുഞ്ഞ് അമ്മേന്റെ അടുത്ത് കാര്യം പറഞ്ഞ് അമ്മ കുട്ടിയെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ആരും വിശ്വസിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ 6 മാസമാണ് ഒരു പോക്സോ കേസ് എടുക്കാതിരിക്കുന്നത്. അങ്ങനെ 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ വിഷയം അറിയുന്നതും. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ റൂറൽ SP അടുത്ത് പോയി. അങ്ങനെ ഉടനെ കുട്ടീനെ മെഡിക്കൽ എടുത്തു, FIR ഇട്ടു, മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെയാണ് 13 വയസ്സുള്ള കുഞ്ഞിനെ, ഇപ്പോഴാണ് 2015 നടന്ന സംഭവം 2025 ഇപ്പം 20 വർഷത്തേക്ക് അയാളെ ശിക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി, എനിക്കറിയാം, എനിക്ക് ഇനി പരാതികൾ വരാത്ത എത്രയോ ഉണ്ടെന്നറിയാം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ പേര് പറഞ്ഞാൽ നാളെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ആയിരിക്കും സൈബർ അറ്റാക്ക്. ഈ വിഷയം എന്ന് പറയുമ്പോഴേ എന്റെ വീട്ടിൽ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നേ കാരണം ഒരു വലിയ സൈബർ പടക്കൂട്ടം ഇവർക്ക് പിന്നാലെ അണിനിരക്കുന്നു എന്നതാണ് ധന്യരാമൻ. അദ്ദേഹം വന്ന പാലക്കാട് മുതലമടയെന്ന് ഒരു BJPന്റെ ലോക്കൽ നേതാവ് ഒരു 15 വയസ്സുള്ള ആദിവാസി പെൺകുട്ടിയെ മുതലമടയിൽ റേപ്പ് ചെയ്തൊരു കൊന്ന കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തില് ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ എല്ലാ പാർട്ടിക്കാരും ഇത് നന്നായിട്ട് മനുഷ്യരോട് നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പൊ അത് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം കേസുകൾ മൂടി വെക്കാതെ അത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഈ സ്റ്റേറ്റിന് സ്ത്രീകളെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് പൊളിക്കപ്പെടുക തന്നെ വേണം. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ധന്യരാമൻ ഉള്ളത്. വസിഫ, ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ധാർമ്മികമായി 30 മണിക്കൂറിനുള്ളിൽ ആ രാജ്യസമർപ്പണത്തിലൂടെ മാതൃകാപരമായ സന്ദേശം നൽകിയിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. ശ്രീകുമാറും അത് പറയുന്നു. ഒരു വ്യക്തി നേരിട്ട് പരാതിയുമായി വന്ന് കോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് CPM എന്ന പാർട്ടിയുടെ കൂടി രാഷ്ട്രീയ നയമാണ്. അതുകൊണ്ട് ഇനി MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്താൻ കഴിയുക? വസീഫ്, സാധാരണ
ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇതുപോലെയുള്ള ഒരു തെളിവുകൾ നമ്മുടെ മുമ്പിൽ വരാറില്ല, അങ്ങനെ കിട്ടാറുമില്ല. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി നടന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഒക്കെ നമുക്കെല്ലാവർക്കും ഓഡിയബിളാണ്, വിസിബിളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത് കുറച്ചുകൂടി രൂക്ഷമാണ്, ഈ കുറച്ചുകൂടിയും ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ആ MLA സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ മുകേഷിൻ്റെ കേസിലൊക്കെ ഉള്ള ആ പരാതിക്കാരി പിന്നീട് അറസ്റ്റിലാവുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. എന്താണ് അവർക്കെതിരെയുള്ള കേസ്? മറ്റൊരാളെ ലൈംഗിക പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചു ഒക്കെയുള്ള ഒരു കേസാണ്, ഒരു ബന്ധു തന്നെയാണ് കൊടുത്ത കേസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലോ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടും അറസ്റ്റിലായി എന്നുള്ള വാർത്തകൾ വരുന്നു. എന്നാൽ വിൻസെൻ്റ് MLA ഇവിടെയുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, രണ്ടുപേരും കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ്. അതുപോലെ ഒരു ആരോപണം നേരിട്ട ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമി റോസ്ബെൽ, പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രതിപക്ഷ നേതാവിന് 2022 അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ പിതൃതുല്യനായി കാണുകയും ഒക്കെ ചെയ്ത ഒരു പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറയാം. അങ്ങനെ കൊടുത്തൊരു പരാതിക്ക് മുകളിൽ പിന്നീട് ഒരാക്ഷനുമില്ല എന്ന് പറയുന്നു. ഇപ്പം ഇന്ന് അത് തെളിയിച്ചുകൊണ്ട്, അത് ഉറപ്പിച്ചുകൊണ്ട് AK ഷാനിബ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, ഈ പറയുന്ന ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ആയിട്ടുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും അവർക്കിടയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടായതിന്റെ പേരിൽ രാജിവെച്ച് തീവ്രത കുറഞ്ഞ ഒരു നീക്കമായിരിക്കാം, അങ്ങനെയാണല്ലോ പാർട്ടി വിശദീകരിക്കുക. വസീഫ്, അതത്ര തീവ്രതയുണ്ടെന്ന് ബോധ്യമായിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി ഭാഷയിലാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി ഉന്നയിക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ എടുത്തുകൊണ്ടിരിക്കുക, ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതാ സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ നമുക്കറിയാം, ഓർമ്മയുണ്ട്, നമ്മൾ മറന്നു പോകാനായിട്ടില്ല. അവിടെ ഇവർ പ്രഖ്യാപിച്ച വീടും അവർ പിരിച്ചെടുത്ത പണവുമൊക്കെ ഉണ്ട്. അതെവിടെ എന്തായി എന്നുള്ളതൊക്കെ ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞങ്ങളതിൻ്റെ എറണാകുളത്ത് പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നതും ചിലർ പ്രതികരണങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ തുരുതുര യൂത്ത് കോൺഗ്രസിനെതിരെ കേരളത്തിലുടനീളം വന്നുകൊണ്ടിരിക്കുക. സാമ്പത്തിക തട്ടിപ്പ് ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ഉയർന്നു വരിക. അവരുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട കർഷക കോൺഗ്രസിൻ്റെ ഒക്കെ ഭാരവാഹി കണ്ണൂരിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചു. ആക്ഷേപം തെളിവുകൾ സഹിതം പറയുകയാണ് അവർ. അതിൻ്റെ വോയിസ് ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. എത്ര പിരിച്ചു എന്ന്, എത്ര കൊടുത്തു എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നുള്ള നിലക്ക്. അപ്പോൾ ഇങ്ങനെ വലിയ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പും യൂത്ത് കോൺഗ്രസിനിടയിൽ നടന്നിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ വലിയ തട്ടിപ്പ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളുടെ എല്ലാം കേന്ദ്രമായ യൂത്ത് കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ 1-ാം നമ്പർ പ്രതിയായി മാറുന്ന കാഴ്ചയുണ്ട്. ഏറ്റവും ഉചിതമായ തീരുമാനം കോൺഗ്രസിൽ ഇനിയും കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, അതിലൊക്കെ കുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമുക്കറിയാം. അവരെല്ലാം കൂടി ചേർന്ന് ഈ കോൺഗ്രസിനെ ഈ വല്ലാത്ത ഈ കറക്ക് കമ്പനിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. വലിയ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസിന്റെ ഈ കപടമുഖം തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയും ചെയ്യും. പ്രശാന്ത് ശിവൻ, ബസ് സ്റ്റാൻഡിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് MLA ക്ഷണിച്ചിരുന്നതാണ്. പക്ഷേ നിലവിലുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA വന്നാൽ ആ ഉദ്ഘാടനത്തിന്റെ ശോഭ കെടും എന്നാണ് കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ടും BJP അവിടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ നടത്തുന്ന പരിപാടിയിൽ MLA പങ്കെടുപ്പിക്കുന്നില്ല എന്നതാണോ നിങ്ങളുടെ തീരുമാനം? ഇത് നിയമപരമായി നേരിടേണ്ടതിനു പകരം അദ്ദേഹത്തെ ഇനി വ്യക്തിപരമായി ആക്രമിക്കാൻ കൂടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അദ്ദേഹം പാർട്ടിയുടെ ചുമതലയിൽ നിന്നൊഴിഞ്ഞു. MLA സ്ഥാനം കോടതിയിൽ അങ്ങനൊരു പരാതി വന്നാൽ ആ കോടതി വിധി വരുന്നത് വരെ ഒഴിയാതിരിക്കുക എന്ന് പറയുന്നൊരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കമാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിക്കുക. അതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ, അതല്ല വീണ്ടും നിങ്ങൾ ഇതേപോലെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമോ? പ്രശാന്ത്, അല്ല, ഞാൻ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, BNS സെക്ഷൻ 88 പ്രകാരം ഈ സ്ത്രീയുടെ അനുമതിയില്ലാതെ ഗർഭഛിദ്രം നടത്തി കഴിഞ്ഞാൽ അതിന് പോലീസിന് സ്വമേധയാ, പരാതി ലഭിക്കാതെ തന്നെ പോലീസിന് സ്വമേധയാൽ കേസെടുക്കുവാനുള്ള വകുപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതുവരെയായി പോലീസ് കേസെടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു പെണ്ണുപിടിയനായ MLA പാലക്കാട്ടെ
ഏത് പരിപാടിയിലും പങ്കെടുപ്പിക്കുവാൻ പാലക്കാട്ടെ ജനത തയ്യാറാവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പാലക്കാടൻ നഗരജനതയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ആളുകളെ തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം. ഇത്തരത്തിലുള്ള ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും പൊതുരംഗത്തെന്നല്ല ഏത് മേഖലയിലും അവർ പ്രവർത്തിക്കാൻ അർഹരല്ല. ഇതുപോലെയുള്ള സ്ത്രീ ലംബടന്മാർക്കെതിരെ സ്ത്രീകൾ ചൂലുകെട്ടുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച അതിവിദൂരമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. പിന്നെ നേരത്തെ ഞാനൊരു കാര്യം കൂടെ ഈ വളരെ വൈകിയ വേളയിൽ ചെറിയൊരു കാര്യം കൂടെ എടുക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എനിക്ക് തോന്നുന്നു ധന്യ രാമനാഥൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മുതലമടയിലെ BJPയുടെ നേതാവ് ഒരു പോക്സോ കേസിൽ പ്രതിക്കുന്നു. മുതലമടയിലെ BJPയുടെ ഏത് ഘടകത്തിൻ്റെ ഏത് നേതാവാണ് BJPയുടെ ഇവിടെ ഏതേലും വിഷയം വരുന്ന സമയത്ത് അതിനെ BJPയുടെ ആലയിൽ കൊണ്ട് കെട്ടുക എന്നുള്ള നിങ്ങളുടെ ഒരു എല്ലാ കാലത്തും എടുക്കുന്നൊരു നയമുണ്ട്. ഈ ചർച്ചയുടെ ഇടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ ഒളിച്ചു കിടത്താൻ ശ്രമിച്ചു. BJPയുടെ ഏത് ഘടകത്തിൻ്റെ ഏത് നേതാവാണ് ഏത് കേസിലാണ് പ്രതിയായത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി ഒരു ചർച്ചയാണ്, പൊതുജനങ്ങൾ കാണുന്ന ചർച്ചയാണ്. BJPയുടെ എന്ത് ഭാരവാഹിത്വമാണ് അയാൾക്കുള്ളത്, ഏത് കേസാണ് എന്ന് പറയുവാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്തതിൽ ഒരംശമെങ്കിലും അദ്ദേഹത്തിന് നീതിയുണ്ടെങ്കിൽ പാലക്കാട്ടെ ജനതയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുവാനായി തയ്യാറാവണം. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും പാലക്കാട്ടുകാരോട് മാപ്പ് വേണം. KSU കാലഘട്ടം മുതൽ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പുറത്തു വരുന്ന വാട്സപ്പ് ചാറ്റുകളുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ 2020-ലെയും 2019-ലെയും എല്ലാം വർഷങ്ങൾ പുറകിലോട്ടുള്ള ചാറ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി വന്നിട്ടും കോൺഗ്രസ് പാർട്ടി ഇതുപോലുള്ള പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന നയമായിരുന്നു എടുത്തിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. താങ്ക് യു പ്രശാന്ത് ചർച്ചയിൽ ചേർന്നതിന്. താങ്ക് യു വി വസീഫ, ഒപ്പം എൻ ശ്രീകുമാർ, ധന്യരാമൻ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.